അമേരിക്കയ്ക്ക് ഇറാന്റെ പുതിയ മുന്നറിയിപ്പ്. ഇനി ആക്രമിച്ചാൽ യുറേനിയം സമ്പുഷ്ടീകരണം 90% ഉയർത്തുമെന്നാണ് ഭീഷണി. വിവരങ്ങളുമായി സഹൽ സി മുഹമ്മദ് ചേരുകയാണ്. സഹൽ, ഇപ്പോൾ തന്നെ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന പല നിർദ്ദേശങ്ങൾക്കും 5-6 ദിവസം സാവകാശമെടുത്ത് മറുപടിയാണ് ഇറാൻ നൽകുന്നത്. ഇതിനിടയ്ക്കാണ് പുതിയ സമാധാന നിർദ്ദേശങ്ങൾ നിലനിൽക്കുമ്പോൾ ഒരു പ്രൊവോക്കേറ്റീവായ ഒരു മറുപടി ഇറാൻ നൽകുന്നതും. തീർച്ചയായും അനുപ, ഇതൊരു പുതിയ ആശങ്ക ഉയർത്തുന്നതാണ്. അതായത് തങ്ങൾ ആണവായുധം ഉണ്ടാക്കുന്നില്ല എന്നാണ് ഇറാന്റെ പ്രഖ്യാപിതമായ നിലപാട്. ആ നിലപാടുകളെ തള്ളുന്ന തരത്തിലാണ് ഇപ്പോൾ ഇറാന്റെ ദേശീയ സുരക്ഷ, ഒപ്പം തന്നെ വിദേശകാര്യ നയത്തിന്റെ ഒക്കെ കൗൺസിൽ വക്താവായ ഇബ്രാഹിം റജായിയുടെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. അതായത് ഇനിയും ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ നിലവിൽ 60% നിൽക്കുന്ന യുറേനിയം സമ്പുഷ്ടീകരണം 90% ഉയർത്തും. അതായത് ആണവായുധ ഗ്രേഡിലേക്ക് അതിനെ ഉയർത്തും എന്നുള്ള വലിയ മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അത് നിലവിൽ നടക്കുന്ന സമാധാന നീക്കങ്ങളെയൊക്കെ തകിടം മറിക്കുന്ന തരത്തിലുള്ള ഒരു ഭീഷണിയായാണ് ഇപ്പോൾ അത് വരുന്നത് എന്നുള്ളതാണ് അതിന് ഏറ്റവും ആശങ്കയുള്ളതാക്കി മാറ്റുന്ന കാര്യം. നിലവിൽ ഇപ്പോൾ 400 കിലോയിലധികം വരുന്ന 60%-ലധികം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന്റെ പക്കലുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ. അത് കൈമാറണം, അത് അടിയറ വെച്ച് കൈമാറണം എന്നുള്ളതാണ് അമേരിക്കയുടെ ഡിമാൻഡ്. അതിന് ഇറാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. അതിനെ ഇപ്പോൾ 90% ഉയർത്തുകയും ബാക്കി ടൺ കണക്കിന് വരുന്ന മറ്റ് യുറേനിയം ശേഖരം കൂടുതൽ സമ്പുഷ്ടീകരണ തോത് ഉയർത്തുകയും ചെയ്യുമെന്നുള്ള ഒരു ഭീഷണിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും ഇതേ ചൊല്ലി, അതായത് യുറേനിയം ശേഖരം അടിയറ വെക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഇപ്പോഴും തുടരുമ്പോഴാണ് ഇപ്പോൾ ഈ ഒരു ഭീഷണി വന്നിരിക്കുന്നത്. ഇത് ഇനി ആക്രമണം ഉണ്ടായാൽ എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ ചർച്ച മുന്നോട്ട് പോയില്ലെങ്കിൽ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെക്കുറിച്ച് ലോകം ആശങ്കപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇറാനുമായുള്ള വെടിനിർത്തൽ അതിന്റെ അന്ത്യത്തോട് അടുക്കുന്നു എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് മുന്നറിയിപ്പ് നൽകിയത്. അതേസമയം ഇറാൻ ആകട്ടെ 14 നിർദ്ദേശങ്ങൾ അംഗീകരിക്കുക എന്നതിനപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഒരു പരിഹാരവുമില്ല എന്ന കടുത്ത നിലപാടിൽ തുടരുകയുമാണ്. അങ്ങനെ ഭീഷണികളും വെല്ലുവിളികളും ഒക്കെ ആവർത്തിക്കുകയാണ്. പ്രഖ്യാപിത നിലപാട് തന്നെ മാറ്റി ആണവായുധ നിലവാരത്തിലേക്ക് യുറേനിയം സമ്പുഷ്ടീകരണം മാറ്റുമെന്നുള്ള ഇറാന്റെ മുന്നറിയിപ്പ് എന്തായാലും വലിയ ഗൗരവമുള്ളതാണ്.